ഹലോ, നമുക്കിന്നൊരു ഷോപ്പിംഗ് ആൻഡ് ഫുഡ് വീഡിയോ ആയാലോ? അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ പോയത് ജ്യൂസ് കുടിക്കാനായിട്ടാണ് കേട്ടോ. അതിനുശേഷം ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇന്ന് ജ്യൂസ് കടയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുകുട്ടനെ ജ്യൂസൊന്നും പറ്റത്തില്ല. അവനതുകൊണ്ട് ഒരു ചെറിയ സിപ്പപ്പ് എടുത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത്. അവന് പൊതുവേ ജ്യൂസ് കടയിൽ പോകുമ്പോഴത്തേക്കും സിപ്പപ്പൊക്കെ ഓക്കെയാണ്. വേറെ അങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഒരു അവക്കാഡോ ജ്യൂസും ഒരു ചോക്ലേറ്റ് ഷാർജയും വന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ട്രെൻഡ്സിലേക്കാണ്. ഞങ്ങൾ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. സാധാരണ എല്ലാ മാസവും നമ്മൾ ടോപ്സൊക്കെ മേടിച്ച് റെഗുലർ യൂസിനുള്ള ടോപ്പുകൾ വാങ്ങിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ്സിലേക്ക് പോയത്. അത്യാവശ്യം ഓഫീസ് വെയറൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവിടുത്തെ ടോപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്ത്ലി അവിടെ പോയിട്ടാണ് സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത്. നമ്മൾ അവിടെ ടോപ്പ് നോക്കുന്ന സമയത്ത് ഞാൻ ഇവനെ നോക്കുമായിരുന്നു. അവനെ അവിടെ ഒരിടത്ത് അടക്കിയിരുത്താൻ നമുക്ക് പറ്റത്തില്ല. അവൻ ഈ കസേരയുടെ പുറത്ത് കയറിയിരുന്ന് ഇറങ്ങി അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ റിച്ചൂട്ടൻ പിന്നെ എവിടെ പോയാലും അവന് കയ്യില്ലാത്ത ഉടുപ്പ് വേണമെന്ന് പറയും. അങ്ങനെ പിന്നെ അവിടെ കയ്യില്ലാത്ത ഉടുപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. പക്ഷേ എല്ലാം കയ്യുള്ള ഉടുപ്പ് തന്നെയായിരുന്നു. സമ്മർ വെയർ ആയിട്ടുള്ളൊരു കളക്ഷനൊന്നും ഞാൻ പ്രത്യേകിച്ച് സ്റ്റുഡിയോയിലായാലും ട്രെൻഡ്സിലായാലും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അവൻ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കയ്യുള്ള ടൈപ്പായിരുന്നു. പിന്നെ അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചു ഒരു കൈയില്ലാത്തത്. പക്ഷെ അവൻ അങ്ങനത്തെ ടൈപ്പ് ഇടത്തില്ല. പുറകിൽ ക്യാപ്പ് വരുന്ന ടൈപ്പാണ്. അത് അവന് ഇഷ്ടമല്ല. പക്ഷേ അതെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അവനുള്ള ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് നമ്മൾ ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ഫുഡിനോട്ടാണ് പോയത്. നമ്മൾ ചിക്കിങ്ങിലാണ് ഫസ്റ്റ് പോയത്. റിച്ചൂട്ടിന് ഏറ്റവും ഇഷ്ടം ഈ ഫ്രൈഡ് ചിക്കൻ ഐറ്റംസാണ്. പക്ഷേ നമുക്ക് കുട്ടികൾക്ക് അതൊന്നും അധികം വാങ്ങി കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ മന്ത്ലി വൺസാണ് നമ്മളത് മെയിനായിട്ട് വാങ്ങുന്നത്. അപ്പം മന്ത്ലി വൺസ് ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അവരുടെ ഒരു ക്രേവിങ്സും ഓക്കെ ആവും. അവർക്ക് ഒരു ഹാപ്പി ആവത്തില്ല. അതുകൊണ്ട് മാസത്തിൽ ഒരു തവണ ഇതൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവനധികം തിന്നത്തുമില്ല. അവൻ്റെ ഒരു ആഗ്രഹം, അവനോട് ചോദിച്ചാൽ അവൻ എപ്പോഴും ഇതേ പറയത്തുള്ളൂ. പക്ഷേ അവൻ്റെ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ആവും. അധികമൊന്നും കഴിക്കത്തുമില്ല. ബാക്കി വരുന്ന ഫുള്ള് അമ്മയാണ് കഴിക്കുന്നത്. എനിക്കിത് വലിയ താല്പര്യമില്ല. എനിക്കൊരിക്കൽ വേറൊരിടത്തുനിന്ന് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്നും കഴിക്കാറില്ല. ചിക്കിങ്ങിലത് പക്ഷേ ഓക്കെയാണ്. അതെനിക്കിതൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വേറൊരിടത്തുനിന്ന് ഞാൻ കഴിച്ചത് എനിക്ക് ഇതായതിനു ശേഷം ഞാൻ പിന്നെ ഇതൊന്നും കഴിക്കാറില്ലായിരുന്നു. പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസിനോടാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വിട്ടത് ചൈനീസ് വോക്കിലോട്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വല്ലപ്പോഴുമൊക്കെയാണ് ഇതുപോലെ പുറത്തുനിന്ന് ഇങ്ങനെ ചൈനീസ് ഡിഷസും ഇതുപോലെ ഫ്രൈഡ് ചിക്കനും കഴിക്കാനായിട്ട് പോകുന്നത്. മേ ബി മന്ത്ലി വൺസ് തന്നെ നടക്കാറുള്ളൂ. പിന്നെ നമ്മൾ നേരെ വിട്ടത് പോപ്പീസിലോട്ടാണ്. അവിടെ ഈ റിച്ചൂട്ടിൻ്റെ പറ്റിയ കൈയില്ലാത്തതുണ്ടോ എന്ന് നോക്കാൻ പോയത്. പക്ഷെ അവിടെ ഒന്നുപോലും ഇല്ലായിരുന്നു. കുഞ്ഞു ബേബീസിനൊക്കെ ഉണ്ട്, വലിയ കുട്ടികൾക്കുള്ള ഇല്ലായിരുന്നു. അവസാനം നമുക്കവന് കയ്യില്ലാത്ത കിട്ടിയത് അന്ന് പോയ ആ കാവടിയാറിലെ കടയിൽ നിന്നായിരുന്നു. അങ്ങനെ അവൻ അവിടെ പോയി മൊത്തത്തിൽ നോക്കുക വല്ലതും ഉണ്ടോ അവന് പറ്റിയതെന്ന്. പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.